അപ്പോ നമ്മുടെ പ്രേക്ഷക ആരാണെന്ന് അറിയണ്ടേ? അച്ചാമ്മ ചേട്ടത്തി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അച്ചാമ്മ ചേട്ടത്തി ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ്. നമുക്ക് നോക്കാം അച്ചാമ്മ ചേട്ടത്തിക്ക് എന്താണ് ചോദിക്കാനുള്ളത്. ഓക്കെ, രക്ഷപ്പെടുവോ ക്വസ്റ്റ്യൻ? ഹലോ ഹലോ, അച്ചാമ്മ ചേട്ടത്തി അല്ലേ? അതെ, മണ്ടോതിരി അല്ലേ? മണ്ടോതിരി അല്ല, മണ്ടോതിരിയുടെ സൈഡിൽ ഇരിക്കുന്ന ആളാണ്, സൗമ്യാണ്. മണ്ടോതിരിക്ക് കൊടുക്കാട്ടോ. ആ, അപ്പൊ ചേട്ടത്തി അങ്ങോട്ട് ചോദിക്കണം. ഹലോ ഹലോ, ഓ പറയൂ. പിന്നെ സുഖമൊക്കെയാണോ? ആ സുഖാണ്. എവിടെയാണ് സ്ഥലം? എന്തോ? എവിടെയാണ് സ്ഥലം? ആലപ്പുഴ ചേർത്തല. അതെയാ? അറിയോ അവിടെ? പിന്നെ അറിയാലോ, എന്റെ അമ്മയുടെ വീട് ചേർത്തലയാണ്. ചേർത്തല എവിടെ? തൈക്കാട്ടുശ്ശേരി. നാട്ടുകാരായി. തൈക്കാട്ടുശ്ശേരി. തുറവൂര് കിഴക്കുവശം. ഓ അത് ശരി. സുഖമൊക്കെയാണോ? ഓ സുഖാണ്. ഞങ്ങളെപ്പോഴും മറിമായൊക്കെ കാണാറുണ്ടേ. അതെയാ? പിന്നെ എന്തിനാ ഇങ്ങനെ ചിരിക്കണത്? അതിനകത്ത് എന്തൊരു കുശുമ്പാണ്. ശരിക്കും അങ്ങനെയല്ല, ശരിക്കും അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? പാവം. അതിനകത്ത് കാണുമ്പോ എന്റെ വെറുതെ തല്ലി കൊല്ലാനാ തോന്നണ. ദൈവമേ, ചെയ്യല്ലേട്ടാ, ചെയ്യല്ലേത്. ഓ, പിന്നെ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എപ്പോഴെപ്പോഴും ഇത്ര അസൂയ കാണിക്കണ എന്ത് കാര്യം? അതാണ് ഇപ്പൊ പ്രശ്നം. ഇനി അസൂയ കാണിക്കണ്ടട്ടാ, ഇനി കാണിക്കൂല. ചിരി കേൾക്കുമ്പോ എന്തോ പഞ്ചപാവം സോഫ്റ്റ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ആ സീരിയലിനകത്ത് കയറുമ്പോഴല്ലോ കാണിച്ച് കൂട്ടി വെക്കണത്. വിഷയായി. വിഷയം തന്നെയാണ്. ചില സമയത്ത് ഇതിനകത്ത് കാണിക്കണൊക്കെ തന്നെയാണ്. വീട്ടില് മടിച്ചു തന്നെയാണ്. വീട്ടില് ഭയങ്കര പണി. 5 ആളുടെ പണി ഞാൻ ഒറ്റയ്ക്ക് എടുക്കും. അങ്ങനെയൊന്നും ചെയ്യണ്ട. ഒരാളെ ജോലിക്ക് നിർത്തി ഞാൻ വരാം. വീട്ടിലോട്ട് വരാമോ? അല്ല, 5 ആളുടെ പണി എടുക്കണ്ടല്ലോ. അപ്പൊ ഞാനൊരു 2 പേരുടെ പണി ഞാൻ ചെയ്തു തരാം. ആയിക്കോട്ടെ, നന്നായി. സ്നേഹം മാത്രം പോരെ. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ഭക്ഷണം അങ്ങനെയൊന്നുമില്ല, എന്ത് കഴിക്കും ഞാൻ. എന്തും കഴിക്കും. അതെ, വെജിറ്റേറിയൻ ആണ് ഇഷ്ടം. ഇഷ്ടം? ഞങ്ങള് വെജിറ്റേറിയൻ അല്ല. ആഹാ, ഞങ്ങൾ എന്തും കഴിക്കും. ഒരു കാര്യം ചെയ്യും, അവിടെ വെജിറ്റേറിയൻ മാത്രമല്ലേ വെക്കുള്ളൂ. അപ്പൊ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വാ. വരാട്ടോ. എന്തുണ്ടാവാ അവിടെ? മത്തിക്കറിയും ചോറും. മത്തിക്കറിയും ചോറും. ഓക്കെ, ഇഷ്ടപ്പെടുക. എന്നോട് എന്തോ ചോദിക്കാനുണ്ടോ? എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? നമ്മുടെ ലോലിതന് സുഖമാണ്. സുഖാണ് സുഖാണ്. ലോലിതന്റെ വീട്ടിലെങ്ങനെയാണ്? അത് മടിയനാണാൻ വേണ്ട. അല്ലല്ല, മടിയനൊന്നല്ല. ഷൂട്ടിന് പോയിരിക്കാ. എന്തോ? ഷൂട്ടിന് പോയിരിക്കാ. പിന്നെന്താ? ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് ചോദിക്കാം, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എല്ലാം നല്ല പക്ക. പ്രകൃതിയാണെങ്കിൽ നല്ലതായിട്ട് നിൽക്കണത്. മറിമായം എന്ന പരിപാടിയിലെ മണ്ടോദരി എന്ന കഥാപാത്രമായി നമുക്കെല്ലാം സുപരിചിതയായ താരമാണ് സ്നേഹ ശ്രീകുമാർ. സ്നേഹയുടെ ഭർത്താവ് ശ്രീകുമാറും സീരിയലിലും സിനിമയിലുമൊക്കെ സജീവമായ ക്യാരക്ടറാണ്. പൃഥ്വിരാജ് നായകനായ ഒരു സിനിമയിൽ വില്ലൻ കഥാപാത്രമായും ശ്രീകുമാർ എത്തിയിട്ടുണ്ട്. ഇരുവരുടെയും വിവാഹം ശരിക്കും പറഞ്ഞാൽ സീരിയൽ, സിനിമ, മിനി സ്ക്രീൻ പ്രേക്ഷകരൊക്കെ വലിയ രീതിയിലാണ് ഞെട്ടിച്ചത്. ഈ വിവാഹത്തിന് ശേഷം പിന്നീട് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇവർ അച്ഛനും അമ്മയും ആവുകയും ചെയ്തു. പ്രതീക്ഷിക്കാതിരുന്നപ്പോഴാണ് അമ്മയായത് എന്ന സ്നേഹ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗർഭകാലം വളരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുകയും ഗർഭിണിയായി അവസാന നിമിഷം വരെയും അഭിനയിക്കാനും സ്റ്റേജ് പ്രോഗ്രാമിനും ഒക്കെ പോയ ആളുകൂടിയാണ് സ്നേഹ.
അതേസമയം തനിക്ക് ഈ ഫീൽഡിൽ നിന്നും ഒരു മോശം അനുഭവം ഇതുവരെയും നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് സ്നേഹ പറയുന്നത്. തന്റെ ഭർത്താവായ ശ്രീകുമാർ ഒരു ലൈംഗികാരോപണ പരാതിയിൽ പെട്ടുകിടക്കുമ്പോഴാണ് സ്നേഹയുടെ ഈ പഴയ ഇന്റർവ്യൂ ഇപ്പോൾ ചർച്ചയാകുന്നത്. ഉപ്പുമുളകിലെ തന്നെ താരങ്ങളായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ ഉപ്പുമുളകിലെ തന്നെ ഒരു നടി ലൈംഗികാരോപണ പരാതി നൽകുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലാണ് ഇതിനെപ്പറ്റി പല കാര്യങ്ങളും ചർച്ചയായിട്ട് വന്നത്. ഉപ്പുമുളകും രണ്ടാമത് തുടങ്ങിയ ശേഷമാണ് നിരവധി വിവാദങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടായത്. മുടിയനെ മാറ്റിയത്, നിഷ സാരംഗിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ആരാണ് ഈ നടിയെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്നാൽ തനിക്ക് ഇതുവരെയും ഈ ഫീൽഡിൽ നിന്നും ഒരു മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് സ്നേഹ പറയുന്നത്. എന്നാൽ അത്തരത്തിൽ മോശം അനുഭവം നേരിടേണ്ടി വന്നവർ പറയുന്നത് ഒരിക്കലും കള്ളമാകാനും സാധ്യതയില്ല എന്നും സ്നേഹ ശ്രീകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അവരത് ഫേസ് ചെയ്തതാണ്. ഇത് അനുഭവിച്ച ആൾക്കാർ ഒരിക്കലും ഒരു ലൈംഗിക പീഡന പരാതി കള്ളമായിട്ട് പറയില്ല എന്നാണ് സ്നേഹ പറയുന്നത്.